ദാവീദു യുദ്ധം ജയിച്ചതുപോൽ എൻ വിജയം വരുന്നുണ്ട്, 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 എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:20. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ നിങ്ങളെ മുഖത്ത് അടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ശാന്തമായ ഒരു ജീവിത ശൈലിയാണ് യേശു ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ക്ഷമിക്കാനല്ലാതെ പ്രതികാരം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. പകരത്തിന് പകരം ചെയ്യുന്നത് മാനുഷിക ബുദ്ധി അത്രേ. അത് നമുക്ക് വേണ്ട. നമ്മെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മണ്ടന്മാരെന്നും കഴിവുകെട്ടവർ എന്നും ഒക്കെ ആളുകൾ പറഞ്ഞെന്നിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനെ അനുസരിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹായിക്കണമേ. എല്ലാവരോടും സമാധാനത്തിൽ കഴിയാൻ ഇടയാക്കണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.